സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പിടിച്ചെടുത്തത് 1.9 കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ. 554 കേസുകൾ എക്സൈസ് രജിസ്റ്റർ ചെയ്തു. 570 പേർ കേസിൽ പ്രതികളാണ്. എസ് ശ്രീകാന്ത് വിവരങ്ങൾ മറ്റിരുന്നു. ശ്രീകാന്ത്, കൃത്യമായി പറഞ്ഞാൽ ഈ പരിശോധനകൾ വളരെ സജീവമാകുന്നത് അഫാന്റെ വെഞ്ഞാറമൂട്ടെ കൂട്ടക്കൊലപാതകത്തിന് ശേഷമാണ്. അതിനുശേഷം എല്ലാ ദിവസവും ഓരോ ദിവസവും 5-6 കേസുകൾ വീതം നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ ഒരു കൺസോളിഡേറ്റഡ് കണക്ക് എങ്ങനെയാണ്? ഹഷ്മി, സംസ്ഥാനത്തൊട്ടാകെയുള്ള ലഹരി ശൃംഖലയുടെ ആ ഒരു നെറ്റ്വർക്ക് അത് എത്രത്തോളം ഭീകരമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ എക്സൈസ് മാത്രം നടത്തിയ ഈ പരിശോധന. അത് ആകെ അവർ നടത്തിയത് 4-5 ദിവസം മാത്രമാണ്. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്നാണ് അതിന് പേരിട്ടത്. അതിന്റെ കണക്ക് വരുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ അവർ പിടിച്ചെടുത്തത് 1,90,00,000 രൂപയുടെ ലഹരി വസ്തുക്കളാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. 554 മയക്കുമരുന്ന് കേസുകൾ എക്സൈസ് രജിസ്റ്റർ ചെയ്തു. 570 പേർ പ്രതികളായി. 3568 റെയ്ഡുകൾ നടത്തി. 33,709 വാഹന പരിശോധനകൾ നടന്നു. പോലീസ്, വനം, മോട്ടോർ വാഹന വകുപ്പ് എന്നീ സേനകളുമായി ചേർന്ന് 50 സംയുക്ത പരിശോധനകൾ നടന്നു. 555 പേരെ പിടികൂടുകയും മയക്കുമരുന്ന് കടത്തിയ 27 വാഹനങ്ങളും പിടിച്ചെടുത്തു. ഒളിവിൽ കഴിഞ്ഞിരുന്ന 26 പ്രതികളും എക്സൈസിന്റെ വലയിലായി. ഇനി അവർ കണ്ടെത്തിയ ഈ ലഹരി വസ്തുക്കളുടെ കണക്കെടുത്താൽ പരിശോധനയിൽ 64.46 ഗ്രാം MDMA, 25 ഗ്രാം മെത്തഫെറ്റാമിൻ, 39 ഗ്രാം ഹെറോയിൻ, 14 ഗ്രാം ബ്രൗൺ ഷുഗർ, 12 ഗ്രാം നൈട്രോസഫാം ഗുളികകൾ എന്നിവ പിടികൂടി. 113 കിലോ കഞ്ചാവ്, 14 കിലോ കഞ്ചാവ് കലർത്തിയ ചോക്ലേറ്റ്, 90 ഗ്രാം കഞ്ചാവ് കലർത്തിയ ഭാങ്ക്, 29 ലിറ്റർ ഹാഷിഷ് ഓയിൽ, 20 ഗ്രാം ചരസ് എന്നിവയും പിടിച്ചെടുത്തിട്ടുണ്ട്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പരിശോധനയിൽ 450 അബ്കാരി കേസുകളും 2028 പുകയില കേസുകളും പിടിച്ചു. 10,430 ലിറ്റർ സ്പിരിറ്റാണ് പിടികൂടിയത്. 931 ലിറ്റർ അനധികൃത വിദേശമദ്യം പിടികൂടി. 3,048 ലിറ്റർ വാറ്റ് പിടികൂടി. 82 ലിറ്റർ ചാരായം പിടികൂടി. 289 കിലോ പുകയില ഉൽപ്പന്നങ്ങളും എക്സൈസ് പിടികൂടി. ഹാഷ്മി, വെറും ഒരാഴ്ച ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്ന പേരിൽ എക്സൈസ് മാത്രം നടത്തിയ വേട്ടയിലാണ് സംസ്ഥാനത്ത് പിടിമുറുക്കിയിരിക്കുന്ന ലഹരി ശൃംഖലയുടെ ഭീകരരൂപം വെളിച്ചത്ത് വരുന്നത്. എല്ലാ ഏജൻസികളും ഒരുമിച്ചിറങ്ങിയാൽ ഇതാകില്ല അവസ്ഥ. നമ്മൾ ഞെട്ടി വിറയ്ക്കുന്ന കണക്കുകൾ പുറത്തു വരുമെന്ന് ഇത് തെളിയിക്കുന്നു. ശ്രീകാന്ത്, നമ്മൾ ഈ ഹോട്ടലുകളിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടാകുമ്പോൾ അതിനെ തുടർന്ന് ഒരാഴ്ച ഹോട്ടലിലൊക്കെ റെയ്ഡും ഈ പറയുന്ന ഭക്ഷണം പിടിച്ച് പ്രദർശിപ്പിക്കുന്ന വാർത്തകൾ നമ്മൾ സ്ഥിരം കാണാറുണ്ട്. അതുപോലെ ഒരു ആരംഭശൂരത്വമാവില്ല ഈ പരിശോധന എന്ന് നമുക്ക് ഉറപ്പിക്കാവോ ശ്രീകാന്ത്? ഹഷ്മി, ഒരാഴ്ച നീണ്ടു നിന്ന ഈ ഒരു പരിപാടി കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു. എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവർക്ക് ആളുകളുടെ ഷോർട്ടേജ് ഭയങ്കരമായി ഉണ്ട്, അടിസ്ഥാന സൗകര്യങ്ങൾ കൃത്യമായി കിട്ടുന്നില്ല എന്നൊക്കെ അവർ പരാതി പറയുന്നുണ്ട്. തങ്ങളെ കുറ്റപ്പെടുത്തുമ്പോഴും തങ്ങൾക്ക് നേരിടുന്ന ഈ ബുദ്ധിമുട്ടുകൾ അതുകൂടി നിങ്ങൾ ചർച്ച ചെയ്യണം എന്നുള്ളതാണ് എക്സൈസ് ഉദ്യോഗസ്ഥരുമായി, മുതിർന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അവർ ചൂണ്ടിക്കാണിക്കുന്ന. ഡ്രൈവർമാരില്ലാത്ത അവസ്ഥ പലപ്പോഴുമുണ്ട് ഈ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകൾക്കെന്ന് അവർ പറയുന്നു. എക്സൈസ് ക്രൈംബ്രാഞ്ചിന് അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ട് എന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. അത്തരത്തിൽ വിമുക്തി പോലെയുള്ള പദ്ധതികൾ നടപ്പിലാക്കിയെങ്കിലും അതിപ്പോൾ താളം തെറ്റിയ നിലയിലാണ് എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരത്തിൽ അവർ അവരുടെ പരാധീനതകൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത് ഒരു തുടർ പ്രോസസ്സായി മാറുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്ന് തന്നെയാണ്. തൽക്കാലം എന്തായാലും എക്സൈസ് ഒരു നടപടിയെടുത്തു. അവരെ അഭിനന്ദിക്കാം. കാരണം ഒരാഴ്ച കൊണ്ട് ഇത്രയെങ്കിലും അവർ ചെയ്തല്ലോ എന്ന് ആശ്വസിക്കാം. ഓക്കെ, ഒറ്റയാഴ്ച കൊണ്ട് പിടിച്ച കണക്കുകളുടെ കണക്കാണ് ശ്രീകാന്ത് പറഞ്ഞത്. ഭീകരമായ കണക്കാണ്. എത്രത്തോളം ആഴത്തിൽ നമ്മുടെ നാട്ടിൽ ഈ ലഹരി മാഫിയ വേരോടിയിട്ടുണ്ട് എന്നതാണ് പിടിച്ചെടുത്തതിൻ്റെ കണക്കുകൾ മാത്രം പറയുന്നത്. എപ്പോഴും കൊണ്ടുവരുന്നതിൽ 1% പോലും പിടിച്ചെടുക്കുന്നില്ല എന്ന കണക്ക് കൂടി ആലോചിക്കുമ്പോഴാണ് എത്രത്തോളം ഭീകരമാണ് നമ്മൾ നേരിടുന്ന പ്രതിസന്ധി എന്ന് മനസ്സിലാക്കാൻ കഴിയൂ.